പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയെ വിധിക്കാതെ വെറുതെ വിട്ട ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യം മാത്രം ഞാൻ വായിക്കട്ടെ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിന പോയിക്കൂടാ, മേലിൽ പാപം ചെയ്യരുത്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല. യേശുവിൻ്റെ നിലപാടതായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ 3 തിരുനാളുകളാണ് പെസഹ, പന്തക്കുസ്ത, കൂടാര തിരുനാൾ. കൂടാര തിരുനാൾ പ്രകാശത്തിൻ്റെ തിരുനാളായും അറിയപ്പെടാറുണ്ടായിരുന്നു. ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത കാലഘട്ടത്തിൽ അവർ കൂടാരങ്ങൾ വസിച്ചിരുന്നു. ദൈവം അവരെ മേഘത്തൂണിലും അഗ്നിസ്തംഭത്തിലും നയിച്ചിരുന്നു. ഈ 40 വർഷത്തെ തീർത്ഥാടനത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ആണ്ടുതോറും ഈ തീർത്ഥാടക തിരുനാളായ കൂടാര തിരുനാൾ ആഘോഷിച്ചിരുന്നത്. തിരുനാൾ ആഘോഷങ്ങൾ, പ്രത്യേകിച്ചും കൂടാര തിരുനാളിൻ്റെ ആഘോഷങ്ങൾ രാത്രികാലത്തും സംഭവിക്കും. രാത്രികാലത്തെ ആഘോഷങ്ങൾ തിരുനാളുകൾ മാത്രമല്ല, ചിലപ്പോൾ അനീതിയും അശുദ്ധിയും പെരുകുന്ന പെരുന്നാളുകളും ആയി അധപ്പതിക്കാറുണ്ട്. ജെറൂസലത്തെ തിരുനാളിൽ സംഭവിച്ച ഒരു അപജയത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണ് യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്ന ഈ സംഭവം. പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, വിഭിന്ന കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീയെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് രാവിലെ അവർ കൊണ്ടുവന്നു. രാത്രി പിടികൂടിയതാവും. അവർക്ക് ഒന്നേ അറിയേണ്ടതുള്ളൂ, ഈ സ്ത്രീയെ എന്തു ചെയ്യണം. യേശു ഒരു റബ്ബി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ നിയമം കണിശമായി പഠിക്കുകയും പഠിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവനാണ് യേശുവെന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ സൽപ്പേരിനെ അല്ലെങ്കിൽ അംഗീകാരത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്, അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നാടകവുമായി മതനേതാക്കൾ യേശുവിൻ്റെ മുമ്പിൽ വന്നത്. എന്തു ചെയ്യണം? ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. എന്തു ചെയ്യണം എന്ന് യേശു വിധിക്കണം. യേശു എന്തു വിധിച്ചാലും അത് യേശുവിനെതിരെയുള്ള ഒരു ആരോപണമായി തീരാം. കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിച്ചാൽ അത് കരുണയില്ലാത്ത പ്രവർത്തനമാകാം. യേശു പഠിപ്പിച്ച എല്ലാത്തിൻ്റെയും ഒരു നിഷേധമായി തീരും. ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവൻ എന്തുകൊണ്ടൊരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിക്കുന്നു എന്ന് ചോദിക്കാം. അല്ല, വെറുതെ വിടാൻ പറഞ്ഞാൽ അത് മോശയുടെ നിയമം ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നതായി ആ കല്ലുകൾ യേശുവിൻ്റെ നേരെ തിരിഞ്ഞൊന്നും വരാം. ഈ ഒരു സാഹചര്യത്തിലാണ് യേശു അവരോട് പറയുന്നത്, നിങ്ങൾ കുറ്റമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. യേശു ഇവിടെ വ്യക്തമായി എടുക്കുന്നൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു വ്യക്തിയെ സംരക്ഷിക്കണം. അയാൾ പാപിയായിരിക്കും തീർച്ചയായിട്ടും. പക്ഷേ ആ പാപത്തെയും മറികടക്കുന്ന പാപത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ കരുണയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ്. ആരാണ് കല്ലെറിയാൻ വരിക? ആർക്കാണ് മറ്റൊരാളെ വിധിക്കാനായിട്ട് അവകാശമുള്ളത്? കുറ്റമില്ലാത്ത ആരാണുള്ളത്? ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് യേശു. മറ്റാർക്കും അവിടെ വിധി പറയാനായിട്ട് സാധിക്കുമായിരുന്നില്ല. വിധിക്കാനായിട്ട് വന്നവൻ, വധിക്കാനായി കല്ലുമായി വന്നവൻ കല്ലുകൾ താഴെയിട്ടിട്ട് ഓരോരുത്തരായിട്ട് മുതിർന്നവർ കൂടി, പ്രായം ഏറ്റവും മുതിർന്നവർ കൂടി ചെറുപ്പക്കാർ വരെ കടന്നുപോയി എന്നാണ് സുവിശേഷം പറയുക. യേശു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് തന്നെ നിങ്ങളും വിധിക്കപ്പെടും. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ യേശു ചോദിച്ചു, എന്തേ ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല ഗുരു, ആരും വിധിച്ചില്ല. അപ്പോഴാണ് യേശുവിൻ്റെ ആ വാക്ക്. അവൾ ഭയന്നിരിക്കുകയാണ്, പേടിച്ചരണ്ടിരിക്കുക. യേശു എന്താണ് ചെയ്യാൻ പോകുന്നത്? കല്ലെറിഞ്ഞു കൊല്ലേണ്ട പാപം ചെയ്തവളാണ്. പക്ഷേ യേശുവിനറിയാം, ഈ പാപത്തിൽ ഇവൾ മാത്രമല്ല ഉത്തരവാദി. ഈ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്ന് വീണ്ടും ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. വീഴ്ചകളുണ്ടാകും, പാപങ്ങളുണ്ടാകും മനുഷ്യന്. പാപികളെ വിളിക്കാനാണ്, പാപികളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വന്നത്, വിശുദ്ധരെ തേടിയല്ല എന്ന് പറഞ്ഞവൻ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഒരു വലിയ ഭാരമൊഴിവായി ജീവിതം വീണ്ടും കിട്ടുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചിരുന്നു. കല്ലേറ് കൊണ്ട് മരിക്കാനായിട്ട് ഒരുങ്ങി നിന്ന സ്ത്രീക്ക് കിട്ടുന്നൊരു പുതിയ ജീവിതമാണ്. ഇനി അങ്ങോട്ട് അവൾക്ക് മറ്റൊരു വഴിയിലൂടെ നടക്കാം, കഴിഞ്ഞതെല്ലാം മറക്കാം. ഞാനും നിന്നെ വിധിക്കുന്നില്ല. ദൈവം നൽകുന്നതാണ് ഒരു പുതിയ ജീവിതം, എല്ലാം പുതുതായി തുടങ്ങാൻ. നമുക്കെതിരെയുള്ള കുറ്റപത്രം അവൻ വലിച്ചു കീറിക്കളയുകയാണ്. ഒരിക്കൽ പാപം മോചിച്ചു കഴിയുമ്പോൾ പഴയ പാപങ്ങൾ അവൻ ഓർത്തിരിക്കുകയില്ല. എല്ലാം പുതുതായിട്ട് തുടങ്ങാനായിട്ട് ദൈവം അവസരം നൽകുകയാണ്. ഈ അവസരം വീണ്ടും വീണ്ടും നമുക്ക് നൽകുന്നു. കുമ്പസാരം എന്ന ഉദാശയിലൂടെ, പാപമോചനത്തിലൂടെ. യേശു ഇന്നും പറയും, ഞാനും നിന്നെ വിധിക്കുന്നില്ല. സമാധാനത്തോടെ പോവുക. പക്ഷെ ഒരു കാര്യം, മേലിൽ പാപം ചെയ്യരുത്. കഴിഞ്ഞതൊക്കെ മറക്കുക, ഒരു പുതിയ ജീവിതം തുടങ്ങുക. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ മനോഹാരിത, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം. അവനെല്ലാം മറക്കുന്നു, വീണ്ടും പുതുതായി തുടങ്ങാനായിട്ട് അനുവദിക്കുന്നു. നമുക്കും ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. കഴിഞ്ഞതൊക്കെ അവിടുന്ന് മറന്നു കഴിഞ്ഞു. ഞാനും നിന്നെ വിധിക്കുന്നില്ല,
മേലിൽ പാപം ചെയ്യരുത്. അതിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകട്ടെ. ആമേൻ.